ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാർക്കറ്റിൽ ഇന്ന് അത്യാവശ്യം വില കിട്ടാൻ സാധ്യതയുള്ള ഹാഫ് റുപ്പി, അതായത് ജോർജ് ആറാമൻ്റെ കാലത്ത് നിലനിന്നിരുന്ന ₹1 അല്ലെ 50 പൈസയ്ക്ക് തുല്യമായ അതിൻ്റെ ഒരു വാല്യൂ ഉള്ള ഒരു നാണയമാണ്. 1946 1947 ബോംബെ മിൻറ്റിൽ മാത്രം ഇറക്കിയിട്ടുള്ള ഒരു നാണയമാണിത്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു UNC കണ്ടീഷന് ഒരു ₹150 അല്ലെ ₹120 വരെ UNC കണ്ടീഷന് കിട്ടും. ഒരു നല്ല കണ്ടീഷന് കിട്ടാവുന്ന ഒരു മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 50 മുതൽ 80 വരെയാണ്. അപ്പോൾ ഈ നാണയത്തിൻ്റെ നമുക്ക് മുൻവശവും പിറകുവശവും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ നാണയത്തിൻ്റെ ഒരു മുൻവശം എന്ന് പറയുമ്പോൾ ഇതാണ്. സൂം ചെയ്ത് കുറച്ച് കാണിച്ചു തരാം. ക്ലിയർ കുറവായിരിക്കും, ക്ലിയറിറ്റി. അപ്പോൾ ഈ ഒരു നാണയം ഇവിടെ ജോർജ് 6 കിങ് എംപറർ എന്ന് എഴുതിയിട്ടുണ്ടാവും. താഴെ ഒരു കുത്തുണ്ടാവും, അത് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ജോർജ് ആറാമൻ ഇടത്തോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ജോർജ് ആറാമൻ്റെ തലയും കാണാം. സെക്യൂരിറ്റി എഡ്ജാണ് ഈ നാണയത്തിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുൻവശം നോക്കുവാണെങ്കിൽ പിൻവശം നോക്കുവാണെങ്കിൽ ഒരു പുലിയോ ചീറ്റയോ ഫേസ് ചെയ്ത് നിൽക്കുന്നു. ലെഫ്റ്റിലോട്ട് തന്നെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ താഴെ ഇന്ത്യ എന്നുള്ള ഒരു ലെറ്റർ കാണാം. പിന്നെ 1946 47 കാലഘട്ടങ്ങളിൽ ബോംബെ മിൻറ്റിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ ഇരിക്കുന്നത് 1947. താഴെ ബോംബേൻ്റെ ഒരു ചിഹ്നമുണ്ട്, കാണാൻ സാധിക്കുന്നില്ല, അത് തേങ്ങി പോയി. 1947 ബോംബെ മിൻറ്റാണ് എൻ്റെ ഇരിക്കുന്ന ഈ കോയിൻ. അതിൻ്റെ ഇവിടെ പ്രാർത്ഥന റുപ്പിയ, അതായത് ₹1 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പുറത്ത് ഹാഫ് റുപ്പി ₹1. പിന്നെ ഇവിടെ ഉറുദു ഭാഷയിലോ അറബിയിലോ മറ്റോ ₹1 എന്ന് എഴുതിയിട്ടുണ്ടാവും. എനിക്കത് കറക്റ്റ് വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞ കുത്ത് താണ്ടി ഇവിടെ ഉണ്ട്. ഇതാണ് ആ കുത്ത്. താഴെ ഒരു ചെറിയൊരു കുത്തുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു നാണയം എന്തൊക്കെയായാലും ഈ ഒരു നാണയത്തിന് ഇന്ന് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു നല്ലൊരു വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു നാണയമാണ്. ₹20, അതായത് ഇതേപോലെ ഒരു നാണയത്തിന്, അതായത് ഇതൊരു മോശം കണ്ടീഷൻ നാണയമാണ്. ഇതൊരു ₹20 മുതൽ ₹30 വരെ ഈ നാണയത്തിന് കിട്ടും. പിന്നെ എൻ്റെ ഇരിക്കുന്ന ഇച്ചിരി കൂടി നല്ലൊരു കണ്ടീഷനാണ് ഈ നാണയം. ഈ നാണയത്തിന് ഒരു ₹40 മുതൽ ₹60 ₹80 ഒന്നും കിട്ടത്തില്ല. ഇവിടെ ചെറിയായിട്ടുള്ള ഡാമേജും മറ്റൊക്കെ ഉണ്ട്. 2 സെക്യൂരിറ്റി എഡ്ജിലാണ് വരുന്നത്. 1947 1946 സെക്യൂരിറ്റി എഡ്ജ് തന്നെയാണ്. ഏതൊക്കെയായാലും മാർക്കറ്റ് വാല്യൂ ഇന്ന് വളരെയധികം കൂടി വരുന്ന ഒരു 5-10 വർഷം മുമ്പ് ഇതിന് നല്ലൊരു വാല്യൂ കിട്ടാൻ സാധ്യതയുള്ള നാണയമാണ്. എൻ്റെ കയ്യിലാകെ ഇപ്പോൾ 2 എനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കിനി കളക്ട് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ഇടുക, അറിയിക്കുക. ട്രാവൻകൂർ നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻ്റ് ഇടുക. നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നല്ലൊരു കളക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.